നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് LP-UP എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിലുള്ള ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ടൊക്കെ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ പഴശ്ശി വിപ്ലവം, ഓപ്ഷൻ ബി നിവർത്തന പ്രക്ഷോഭം, ഓപ്ഷൻ സി തിരുവിതാംകൂർ കലാപം, ഓപ്ഷൻ ഡി കുറിച്യർ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്തത്, ഇതിനകത്ത് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി നിവർത്തന പ്രക്ഷോഭം. അടുത്ത ക്വസ്റ്റ്യൻ, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെക്കുറിച്ചും അവർക്ക് നേതൃത്വം വഹിച്ചവരെക്കുറിച്ചുമുള്ള പട്ടികയാണിത്. ഉചിതമായി യോജിപ്പിച്ചത് കണ്ടെത്തുക. 1. വൈക്കം സത്യാഗ്രഹം, 2. മിശ്രഭോജനം, 3. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, 4. പന്മന ആശ്രമം, 5. ചട്ടമ്പസ്വാമികൾ, 6. ശ്രീനാരായണ ഗുരു, 7. വക്കം അബ്ദുൽ ഖാദർ മൗലവി, 8. KP കേശവമേനോൻ, 9. സഹോദരൻ അയ്യപ്പൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടത് KP കേശവമേനോൻ. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവി. പന്മന ആശ്രമം ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ ഇതിനകത്ത് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 8, 2, 9, 3, 7, 4, 5. അടുത്ത ക്വസ്റ്റ്യൻ, VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ എ കണ്ണീരും കിനാവും എന്ന ആത്മകഥയുടെ സ്രഷ്ടാവ്, ഓപ്ഷൻ ബി കേരള സാഹിത്യ അക്കാദമി 1976 വിശിഷ്ട ഫെലോഷിപ്പ് നൽകി ആദരിച്ചു, ഓപ്ഷൻ സി നായർ തറവാടുകളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു, ഓപ്ഷൻ ഡി മേഴത്തൂർ അഗ്നിഹോത്രിയുടെ താവഴിയിൽപ്പെട്ടത്. ഏതായിരിക്കും ഇതിനകത്ത് ആൻസറായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ. നായർ തറവാടുകളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്നതാണ്. നായർ തറവാടല്ല, നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് അദ്ദേഹം പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മലബാർ കലാപത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ഒന്നാമത്തെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപമായും വർഗീയ കലാപമായും മാറി മാറി വ്യാഖ്യാനിക്കപ്പെട്ടു. 2. മലപ്പുറം ജില്ലയിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് നടന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ മലബാർ മേഖലയിൽ ആരംഭിച്ച സായുധ കലാപം. ഈ ലഹളയുടെ ഭാഗമായി നിരവധി ഹൈന്ദവർ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കപ്പെട്ടു. 1921-22 വർഷങ്ങളിൽ നടന്നു. ഇതിനകത്ത് ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപമായും വർഗീയ കലാപമായും മാറി മാറി വ്യാഖ്യാനിക്കപ്പെട്ടു. മലപ്പുറം ജില്ലയിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ചാണ് നടന്നത്. ബ്രിട്ടീഷുകാർക്കെതിരായി മലബാർ മേഖലയിൽ ആരംഭിച്ച സായുധ കലാപമാണ്. അതും ശരിയാണ്. ഈ ലഹളയുടെ ഭാഗമായി നിരവധി ഹൈന്ദവർ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കപ്പെട്ടു. അത് ശരിയാണ്. 1921-22 വർഷങ്ങളിലാണ് ഇത് നടന്നത്. അപ്പോൾ ഇതെല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്. ഓപ്ഷൻ എ 1885, ഓപ്ഷൻ ബി 1905, ഓപ്ഷൻ സി 1921, ഓപ്ഷൻ ഡി 1947. ഏത് വർഷമാണ്? 1885. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്തത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില സംഭവങ്ങൾ ചുവടെ ചേർക്കുന്നു. ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമം കണ്ടെത്തുക. 1. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, 2. ഖിലാഫത്ത് പ്രസ്ഥാനം, 3. സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം, 4. സൈമൺ കമ്മീഷൻ വരവ്.
ഇത് ആദ്യം നടന്നത് ഏതാ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 2 ഖിലാഫത്ത് പ്രസ്ഥാനം. 3 സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം. 4 സൈമൺ കമ്മീഷൻ വരവ്. അപ്പം ഇത് കറക്റ്റായിട്ടുള്ള ഓർഡറിലാണ് ആൻസർ ബി കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്. 1, 2, 3, 4 ശരി. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം ബംഗളൂരു. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇത് PSCക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാണ്. മിക്കവാറും ചോദ്യങ്ങളിൽ കണ്ടുവരാറുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാം. 9ാമത്തെ ക്വസ്റ്റ്യൻ. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടങ്ങളിൽ നിലനിന്നിരുന്നത് BC 1000 രൂപം കൊണ്ടതായി പറയപ്പെടുന്നു. പ്രധാന പട്ടണമാണ് ഊർ. ബാബിലോണിയൻ സാമ്രാജ്യം ഇവിടെയാണ് നിലനിന്നിരുന്നത്. ഇതിനകത്ത് 2ാമത്തെ പ്രസ്താവന തെറ്റാണ്. BC 1000 അല്ല രൂപം കൊണ്ടത്. ഓപ്ഷൻ ബി 2ാമത്തെ പ്രസ്താവന തെറ്റാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ. മോഹൻജൊദാരോ, ഹാരപ്പ എന്നീ സിന്ധു നദീതട കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ന് ഏത് രാജ്യത്താണ്? മോഹൻജൊദാരോ, ഹാരപ്പ എന്നീ സിന്ധു നദീതട കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ന് ഏത് രാജ്യത്താണ്? പാകിസ്ഥാൻ. 2021 വർഷത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച വ്യക്തികളിൽ പെടാത്തത് ആര്? 2021 വർഷത്തിൽ സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ച വ്യക്തികളിൽ പെടാത്തത് ആര്? മരിയ റെസ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 2021 നവംബറിൽ നടന്ന നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേയെക്കുറിച്ച് നൽകിയ പ്രസ്താവനകൾ വിലയിരുത്തുക. 3, 5, 8, 10 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കുട്ടികൾ പരീക്ഷയിൽ പങ്കെടുക്കുന്നു. സംഘടനാ ചുമതല CBSEക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിന് കുട്ടികളിലെ പഠന വിടവ് കണ്ടെത്തുന്നതിന് ഇത് സഹായകമാകും. ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 3, 5, 8, 10 ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കുട്ടികൾ പരീക്ഷയിൽ പങ്കെടുക്കുന്നു. സംഘടനാ ചുമതല CBSEക്കാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിന് കുട്ടികളിലെ പഠന വിടവ് കണ്ടെത്തുന്നതിന് ഇത് സഹായകമാകും. 13ാമത്തെ ക്വസ്റ്റ്യൻ. ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്റർ. 14. വിവിധ അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. മീസോസ്ഫിയർ ഉൽക്കാപതനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു. കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയർ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിനെ തടയുന്നു. റേഡിയോ തരംഗങ്ങളെ മീസോസ്ഫിയർ പ്രതിഫലിപ്പിക്കുന്നു. വിവിധ അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെട്ട താഴെ പ്രസ്താവനകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1. മീസോസ്ഫിയർ ഉൽക്കാപതനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു. 2. കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. 3. സ്ട്രാറ്റോസ്ഫിയർ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിനെ തടയുന്നു. 4. റേഡിയോ തരംഗങ്ങളെ മീസോസ്ഫിയർ പ്രതിഫലിപ്പിക്കുന്നു. അതിനകത്ത് ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3. 15ാമത്തെ ക്വസ്റ്റ്യൻ. വ്യക്തിയുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിൽ സാമൂഹ്യ നിയന്ത്രണ ഏജൻസികൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. ബലപ്രയോഗത്തിലൂടെ വ്യക്തിയെ നിയന്ത്രിക്കാൻ അവകാശമുള്ള സാമൂഹ്യ നിയന്ത്രണ ഏജൻസി ഏത്? ഓപ്ഷൻ സി ആണ് രാഷ്ട്രം. വ്യക്തിയുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിൽ സാമൂഹ്യ നിയന്ത്രണ ഏജൻസികൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. ബലപ്രയോഗത്തിലൂടെ വ്യക്തിയെ നിയന്ത്രിക്കാൻ അവകാശമുള്ള സാമൂഹ്യ നിയന്ത്രണ ഏജൻസി ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ രാഷ്ട്രം.
16. 1955 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച് രൂപീകരിച്ച ബാങ്ക് ഏതാണ്? 1955 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച് രൂപീകരിച്ച ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 17. ഇന്ത്യയിലെ രാജ്യസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. രാജ്യസഭയിൽ 12 അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നു. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു. 5 വർഷമാണ് കാലാവധി. ഇന്ത്യയിലെ രാജ്യസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. രാജ്യസഭയിൽ 12 അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നു. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു. 5 വർഷമാണ് കാലാവധി. അത് തെറ്റായത് ഓപ്ഷൻ ബി 2ഉം 4ഉമാണ്. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയല്ല. ശക്തികാന്ത് ദാസ്. റിസർവ് ബാങ്കിൻ്റെ നിലവിലെ ഗവർണർ ശക്തികാന്ത് ദാസ്. ചൊവ്വ പര്യവേഷണത്തിനായി 3 അന്താരാഷ്ട്ര പേടകങ്ങൾ 2021 ഫെബ്രുവരിയിൽ ചുവന്ന ഗ്രഹമായ ചൊവ്വയിൽ എത്തിച്ചേർന്നു. ഇതിൽ നാസയുടെ പര്യവേഷണ പേടകം ഏതാണ്? പെർസീവറൻസ്. ചൊവ്വ പര്യവേഷണത്തിനായി 3 അന്താരാഷ്ട്ര പേടകങ്ങൾ 2021 ഫെബ്രുവരിയിൽ ചുവന്ന ഗ്രഹമായ ചൊവ്വയിൽ എത്തിച്ചേർന്നു. ഇതിൽ നാസയുടെ പര്യവേഷണ പേടകം ഏതാണ്? പെർസീവറൻസ്. മനുഷ്യൻ്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്ന സ്വരത്തിൻ്റെ ഉച്ചത എത്ര ഡെസിബലിൽ കൂടുതലാണ്? 120. മനുഷ്യൻ്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്ന സ്വരത്തിൻ്റെ ഉച്ചത എത്ര ഡെസിബലിൽ കൂടുതലാണ്? 120. സൈക്കിൾ ചക്രത്തിൻ്റെ ആക്സിലിൽ എണ്ണയിടുന്നത് എന്തിനാണ്? ഘർഷണബലം കുറയ്ക്കാൻ. സൈക്കിൾ ചക്രത്തിൻ്റെ ആക്സിലിൽ എണ്ണയിടുന്നത് എന്തിനാണ്? ഘർഷണബലം കുറയ്ക്കാൻ. കൂട്ടത്തിൽപ്പെടാത്തതേത്? സ്ഥാനാന്തരം, ത്വരണം, വേഗം, പ്രവേഗം. കൂട്ടത്തിൽപ്പെടാത്തത് വേഗം. ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ് വശഗത. ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ് വശഗത. ഒരു ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിൻ്റെ നിറം ഏത്? കറുപ്പ്. ഒരു ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിൻ്റെ നിറം ഏത്? കറുപ്പ്. ഒരു ദന്ത ഡോക്ടർ പല്ല് പരിശോധിക്കുന്നതിനായി 8 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്നു. പല്ല് നിരീക്ഷിക്കുന്നതിനായി അദ്ദേഹം ദർപ്പണം പല്ലിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ ദൂരത്തിൽ പിടിക്കുന്നു. എങ്കിൽ ആ പ്രതിബിംബത്തിൻ്റെ ആവർത്തനം എത്രയായിരിക്കും? 2. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ദ്രാവകമാണ് ഒരു വസ്തുവിന്മേൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം പ്രയോഗിക്കുന്നത്? ഗ്ലിസറിൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ദ്രാവകമാണ് ഒരു വസ്തുവിന്മേൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം പ്രയോഗിക്കുന്നത്? ഗ്ലിസറിൻ. കേരളത്തിൽ തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം? കായംകുളം. കേരളത്തിൽ തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം? കായംകുളം. സൗരയൂഥത്തിന് പുറത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ ഗ്രഹങ്ങളിലൊന്നായ GJ36-7b ഭൂമിയിൽ നിന്ന് എത്ര പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്? 31. സൗരയൂഥത്തിന് പുറത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ ഗ്രഹങ്ങളിലൊന്നായ GJ36-7b ഭൂമിയിൽ നിന്ന് എത്ര പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്? 31. 30 ഗ്രാം ഗ്ലൂക്കോസ് 120 ഗ്രാം ജലത്തിൽ ലയിച്ചു കിട്ടുന്ന 150 ഗ്രാം ലായനിയിൽ ഗ്ലൂക്കോസിൻ്റെ മാസ് ശതമാനം എത്രയാണ്? 20. 30 ഗ്രാം ഗ്ലൂക്കോസ് 120 ഗ്രാം ജലത്തിൽ ലയിച്ചു കിട്ടുന്ന 150 ഗ്രാം ലായനിയിൽ ഗ്ലൂക്കോസിൻ്റെ മാസ് ശതമാനം എത്രയാണ്? 20. വൈദ്യുത വിശ്ലേഷണം നടക്കുമ്പോൾ ഒരു ഇലക്ട്രോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന പദാർത്ഥത്തിൻ്റെ അളവ് ഇലക്ട്രോലൈറ്റിൽ കൂടി കടന്നു പോകുന്ന വൈദ്യുതിയുടെ അളവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? നേർ അനുപാതം. വൈദ്യുത വിശ്ലേഷണം നടക്കുമ്പോൾ ഒരു ഇലക്ട്രോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന പദാർത്ഥത്തിൻ്റെ അളവ് ഇലക്ട്രോലൈറ്റിൽ കൂടി കടന്നു പോകുന്ന വൈദ്യുതിയുടെ അളവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? നേർ അനുപാതം. മാലക്കൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കോപ്പർ. മാലക്കൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കോപ്പർ.
മുഖ്യ ക്വാണ്ടം സംഖ്യ 4 ആയാൽ സാധ്യമായ ഓർബിറ്റലുകളുടെ എണ്ണം. 16. മുഖ്യ ക്വാണ്ടം സംഖ്യ 4 ആയാൽ സാധ്യമായ ഓർബിറ്റലുകളുടെ എണ്ണം. 16. ഇത്രയും ചോദ്യങ്ങളാണ് ഈ പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി അടുത്ത ഭാഗത്തിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ലൈക്കും കമൻറ്റും ഒക്കെ ഇടണേ. താങ്ക് യു.